ഇവിടെ ഈ സ്ത്രീ നെഡ് എന്നവരുടെ മകനെ ഉമ്മ വയ്ക്കുന്നു. പക്ഷെ തൽക്ഷണം അവർ മരിച്ചു പോകുന്നു. എന്നാൽ ഒന്നും മനസ്സിലാവാത്ത ആ മകൻ അമ്മയെ തൊട്ടു നോക്കുന്നു. പെട്ടെന്ന് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടി. കാരണം നെഡിന് ഒരു സൂപ്പർ പവറുണ്ട്. മരിച്ചുപോയ എന്തിനേയും അവൻ തൊട്ടാൽ അതിനൊക്കെ വീണ്ടും ജീവൻ വയ്ക്കും. പക്ഷെ പിറ്റേന്ന് അമ്മ അറിയാതെ നെഡിനെ തൊട്ടപ്പോൾ അവർ വീണ്ടും മരണപ്പെട്ടു. എന്നാൽ ഇത്തവണ നെഡ് എത്ര തൊട്ടിട്ടും അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ല. അപ്പോഴാണ് അവൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. താൻ പുനർജീവിപ്പിക്കുന്നവരെ രണ്ടാമതൊന്ന് അവൻ തൊട്ടാൽ അവർക്ക് മരണം എന്നേക്കുമായിരിക്കും. പിന്നീട് ഒറ്റയ്ക്കായ നെഡ് വളർന്നപ്പോൾ ഒരു പൈ ഷോപ്പിൽ ജോലി ചെയ്യുകയാണ്. അവൻ്റെ ഈ കഴിവ് ഉപയോഗിച്ച് ചീഞ്ഞുപോയ പഴങ്ങളെ പഴയതുപോലെ ആക്കി അവൻ പൈയുണ്ടാക്കുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ വേസ്റ്റ് കളയാൻ പോയപ്പോൾ വലിയൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ ഒരു ക്രിമിനൽ അബദ്ധത്തിൽ അവൻ്റെ ദേഹത്ത് തൊട്ട് ജീവൻ വയ്ക്കുന്നു. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ അത്ഭുതത്തോടെ നോക്കി നിന്ന ക്രിമിനൽ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ നെഡ് പുറകെ ഓടിച്ചെന്ന് അവന് വീണ്ടും തൊടുന്നു. അങ്ങനെ അവൻ എന്നേക്കുമായി മരണപ്പെടുന്നു. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ആ ക്രിമിനലിനെ ഓടിച്ചിട്ട് ഓഫീസർ കാണാനിടയാവുകയും നെഡിൻ്റെ കഴിവ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ആ പോലീസ് ഓഫീസർക്ക് ഒരു ഐഡിയ തോന്നുന്നത്. മരിച്ചവരെ ഒരു മിനിറ്റ് ജീവിപ്പിച്ച് അവരെ കൊലയാളി ആരെന്ന് ചോദിച്ചറിഞ്ഞ് കേസ് തെളിയിക്കാനുള്ള ഒരു ഐഡിയ. കേസ് തെളിയിക്കുന്നതിന് പ്രതിഫലമായി നല്ലൊരു തുകയും നെഡിന് ആ പോലീസ് ഓഫീസർ ഓഫർ ചെയ്യുന്നു. നെഡ് കൂടുതൽ ചിന്തിക്കാതെ പഴയ ജോലി വേണ്ടെന്ന് വെച്ച് ഇതിന് സമ്മതിക്കുന്നു. അങ്ങനെ നെഡും ആ ഡിറ്റക്റ്റീവും ചേർന്ന് നിഗൂഢമായ പല കേസുകളും തെളിയിക്കുന്നു. അപ്പോഴാണ് നെഡ് ഒരു കേസിൻ്റെ ഇടയ്ക്ക് അവൻ്റെ മുൻ കാമുകിയുടെ ഡെഡ് ബോഡി കാണാൻ ഇടയാവുന്നത്.